ലോക സംഗീതത്തിന് ഇന്ത്യൻ സിനിമയുടെ സംഭാവന, കലയെ കാലത്തിനിപ്പുറം ഉയർത്തി നിർത്തിയ സംഗീത ചക്രവർത്തി, അക്ഷരാർത്ഥത്തിൽ ഇസൈജ്ഞാനി. ഇളയരാജ എന്നത് ആ മനുഷ്യന് കിട്ടിയ നാലാമത്തെ പേരായിരുന്നുവെന്ന് എത്ര പേർക്കറിയാം? എന്താണ് ഇളയരാജയുടെ യഥാർത്ഥ പേരെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈ 4 പേരുകൾക്ക് പുറമെ നാടക പ്രവർത്തന സമയത്ത് മറ്റൊരു പേരും, സിനിമാ സംഗീത സംവിധാന രംഗത്ത് തുടക്കം കുറിച്ചപ്പോൾ വേറൊരു പേരും ഇളയരാജ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഇളയരാജയുടെ ശരിയായ പേര് അഥവാ പേരുകൾ? തേനി ജില്ലയിലെ കമ്പത്താണ് ഇളയരാജ ജനിച്ചത്. മകന്റെ ജാതകം വായിച്ച ശേഷം അച്ഛൻ ഡാനിയൽ രാമസ്വാമി അവന് പേരിട്ടു ജ്ഞാനദേശികൻ. പതിറ്റാണ്ടുകൾക്കിപ്പുറം ആ ജ്ഞാനദേശികൻ ഇസൈജ്ഞാനിയായി വാഴ്ത്തപ്പെട്ടത് കാലത്തിന്റെ മറ്റൊരത്ഭുതം. ജ്ഞാനദേശികനെ സ്കൂളിൽ ചേർക്കാനെത്തിയപ്പോൾ രാമസ്വാമിക്ക് സംശയം, ഈ ചെറിയ കുട്ടിക്ക് ഇത്ര വലിയ പേര് വേണോ? അങ്ങനെ സ്കൂളിൽ ജ്ഞാനദേശികൻ രാജയ്യയായി. പിന്നെ കാലങ്ങളോളം എല്ലാവരും അവനെ രാജയ്യ എന്ന് വിളിച്ചു. 1968 25-ാം വയസ്സിൽ രാജയ്യ കമ്പത്തു നിന്ന് മദ്രാസിലേക്ക് വണ്ടി കയറി. സംഗീതം പഠിക്കാനും സിനിമയിൽ അവസരം തേടിയുമായിരുന്നു ആ യാത്ര. അതിന് ആദ്യം സിനിമാ സംഗീതത്തിന്റെ വഴികൾ പഠിക്കണമല്ലോ. അന്ന് ജോലി ചെയ്തിരുന്ന നാടക ട്രൂപ്പിലെ ഗായിക കമലയാണ് ധൻരാജ് മാസ്റ്ററുടെ പേര് നിർദ്ദേശിച്ചത്. അക്കാലത്ത് സിനിമയിൽ അവസരം പ്രതീക്ഷിച്ചെത്തുന്നവരെല്ലാം ധൻരാജ് മാസ്റ്ററുടെ കീഴിൽ പാശ്ചാത്യ സംഗീതം അഭ്യസിച്ചിരുന്നു. SV വെങ്കിട്ടരാമൻ, CR സുബ്രഹ്മണ്യൻ, MS വിശ്വനാഥൻ തുടങ്ങിയ പ്രഗത്ഭ സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന സംഗീതജ്ഞരിൽ മിക്കവരും ധൻരാജ് മാസ്റ്ററുടെ ശിഷ്യരാണ്. ആദ്യത്തെ നോട്ട് എഴുതി കൊടുക്കുമ്പോൾ ധൻരാജ് മാസ്റ്റർ ചോദിച്ചു, നിന്റെ പേരെന്താ? രാജയ്യ എന്ന് മറുപടി. ആ പേരത്ര പോരല്ലോ എന്നായി മാസ്റ്റർ. ഒരു കാര്യം ചെയ്യാം, രാജ എന്ന് വെക്കാം, അങ്ങയുടെ ഇഷ്ടം പോലെ എന്ന് രാജ മറുപടി നൽകി. അങ്ങനെ ജ്ഞാനദേശികൻ എന്ന രാജയ്യയുടെ 3-ാം പേര് പിറന്നു, രാജ. സിനിമാ സംഗീതജ്ഞരെ കുറിച്ച് ധൻരാജ് മാസ്റ്റർക്ക് അത്ര മതിപ്പൊന്നും ഇല്ലായിരുന്ന കാലമായിരുന്നു. എന്നാൽ രാജ മറ്റൊരു തലത്തിൽ നിൽക്കുന്ന മാന്ത്രികനാണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ഗംഗൈ അമ്മൻ കോവിൽ സ്ട്രീറ്റിലെ ഒരു ലോഡ്ജിൽ സംവിധായകൻ ഭാരതി രാജയ്ക്കും സഹോദരൻ ഭാസ്കരനുമൊപ്പമായിരുന്നു രാജയുടെ താമസം. ഒരു ദിവസം ലോഡ്ജ് ഉടമ 3 പേരെയും ഇറക്കി വിട്ടു. വാടക മുടങ്ങിയത് തന്നെയാണ് കാരണം. അപ്പോഴും രക്ഷയ്ക്കെത്തിയത് ഗായിക കമലയായിരുന്നു. ഒരു ഔട്ട് ഹൗസിൽ താമസിക്കാനുള്ള സൗകര്യം കമല ഏർപ്പാടാക്കി. ലുസ്കോർണിലെ മറ്റൊരു ലോഡ്ജിലായിരുന്നു ധൻരാജ് മാസ്റ്ററുടെ താമസം. ഗംഗൈ അമ്മൻ കോവിൽ സ്ട്രീറ്റിൽ നിന്ന് ലുസ്കോർണറിലേക്ക് 12B ബസ്സിൽ പോകും. പണമില്ലാത്ത ദിവസങ്ങളിൽ അത്രയും ദൂരം നടന്നുപോയാണ് രാജ സംഗീതം പഠിച്ചിരുന്നത്. പഠനത്തിനൊപ്പം സിനിമാ രംഗത്ത് രാജ അവസരങ്ങൾ കണ്ടെത്തി. സംഗീത സംവിധായകൻ ഗോവർദ്ധൻ ഒരു ദിവസം രാജയോട് പറഞ്ഞു, നമുക്ക് ഒന്നിച്ച് ജോലി ചെയ്യാം, ഗോവർദ്ധൻ രാജ എന്ന പേരിൽ സംഗീത സംവിധായകരാകാം. രാജ സമ്മതിച്ചു. അങ്ങനെ ഗോവർദ്ധൻ രാജ എന്ന പേര് സ്ക്രീനിൽ തെളിഞ്ഞു. വരപ്രസാദമായിരുന്നു സിനിമ. അതിനുശേഷമാണ് നിർമ്മാതാവും തിരക്കഥാകൃത്തും ഗാനരചയിതാവുമായ പഞ്ചു അരുണാചലത്തെ കാണുന്നത്, അതും ചെന്നൈയിലെ ഒരു ലോഡ്ജ് മുറിയിൽ. പഞ്ചു അരുണാചലം ഒരു പടം ചെയ്യാൻ രാജയ്ക്ക് ചാൻസ് ഓഫർ ചെയ്തു. പഞ്ചു അരുണാചലത്തിന്റെ ആവശ്യപ്രകാരമുള്ള പാട്ടുകൾ രാജ കമ്പോസും ചെയ്തു. ആ പാട്ടുകൾ കേൾക്കട്ടെ എന്നായി പഞ്ചു. കയ്യിൽ ഒരു ഹാർമോണിയം പോലുമില്ല. മുറിയിലുണ്ടായിരുന്ന മേശപ്പുറത്ത് താളമിട്ട് രാജ പാടി കേൾപ്പിച്ചു. മച്ചാനെ പാത്തിങ്കള, അന്നക്കിളി ഉന്നെ തേടുതേ. ഇമജിമാതെ നോക്കി നിന്ന പഞ്ചു അരുണാചലം പാട്ട് തീർന്നപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു കോമഡി പടമാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കമ്പോസ് ചെയ്ത പാട്ടുകൾ അതിന് ചേരില്ല. ഈ പാട്ടുകൾക്ക് വേണ്ടി മാത്രം ഞാനൊരു പടം പിടിക്കും. അങ്ങനെയാണ് അന്നക്കിളി പിറന്നത്. അന്നക്കിളിയുടെ ടൈറ്റിലിൽ എന്ത് പേര് വെക്കുമെന്ന് പഞ്ചു അരുണാചലം ചോദിച്ചു.
ഗോവർദ്ധൻ രാജ എന്ന പേര് തന്നെ ഉപയോഗിക്കാമെന്നായിരുന്നു രാജയുടെ മറുപടി. ഇത് കേൾക്കേണ്ട താമസം പഞ്ചു അരുണാചലം പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു ചാൻസ് തരികയാണ്, അപ്പോൾ ഞാനതിന് ഗോവർദ്ധന്റെ പേര് വെക്കണം? അത് സാധ്യമല്ല. എങ്കിൽ രാജ എന്ന പേര് തന്നെ വെക്കാമെന്ന് രാജ മറുപടി നൽകി. അപ്പോഴും കൺഫ്യൂഷൻ. AM രാജ കത്തി നിൽക്കുന്ന സമയമാണ്. മറ്റൊരു രാജ കൂടി വരുമ്പോൾ ആശയക്കുഴപ്പമാകുമെന്ന് പഞ്ചു അരുണാചലം പറഞ്ഞു. പാവ്ലർ ബ്രദേഴ്സ് എന്നായാലോ എന്ന് രാജ. ആ പേരിലാണ് താൻ നാടക സംഗീതം ചെയ്യുന്നതും SP ബാലസുബ്രഹ്മണ്യത്തിന്റെ കച്ചേരികൾ ചെയ്യുന്നതുമെല്ലാം. എന്നാൽ അത് പഴഞ്ചനാണെന്ന് പഞ്ചു അരുണാചലം പറഞ്ഞു. അല്പമൊന്ന് ആലോചിച്ച ശേഷം അദ്ദേഹം തന്നെ പറഞ്ഞു, നീ രാജ. വേറെ ഒരു രാജ ഇപ്പോൾ തന്നെ പ്രശസ്തനായുണ്ട്, അപ്പോൾ നീ ഇളയരാജ. ഇളയരാജ എന്ന് വച്ചുക്കോ. അങ്ങനെ ലോകത്തെ അതിശയിപ്പിച്ച, ഇന്നും മേൽക്കുമേൽ അതിശയിപ്പിക്കുന്ന ഇളയരാജ എന്ന പേര് ഉയർക്കൊണ്ടു. അന്നക്കിളി തമിഴ് സിനിമാ സംഗീതത്തിന്റെ തലവര മാറ്റി എഴുതിയപ്പോൾ ഇന്ത്യൻ സിനിമയിൽ പുതിയ ചരിത്രം എഴുതിയ പേരും പിറവിയെടുത്തു, ഇളയരാജ. ജ്ഞാനദേശികൻ വളർന്ന് രാജയെയും പിന്നെയും വളർന്ന് രാജയും അവിടെ നിന്ന് ഇളയരാജയുമായ അത്ഭുത കഥ ഇതാണ്. ആ ഇളയരാജയ്ക്ക് സാക്ഷാൽ കലൈஞർ കരുണാനിധി നൽകിയ പേരാണ് ഇസൈജ്ഞാനി. അദ്ദേഹം വിളികേട്ട 5ാമത്തെ പേര്. സംഗീതം കൊണ്ട് മനുഷ്യ മനസ്സിന്റെ അതുവരെ അറിയാത്ത ഉള്ളറകളെ വരെ സ്പർശിച്ച മഹാസംഗീതകാരന് അതിലും പറ്റിയ മറ്റൊരു പേരില്ല, ഇസൈജ്ഞാനി ഇളയരാജ.